അതിൻ്റെ സാഹിത്യം ബോഡി വിഷൻ അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സാഹിത്യം ഫീൽ ചെയ്യണമെങ്കിൽ സാഹിത്യമുള്ള സ്വരത്തിനെ സാഹിത്യമില്ലാത്ത സ്വരത്തോടൊപ്പം ഒരു ബോയിൽ വായിക്കുമ്പോഴാണ് സാഹിത്യം ഫീൽ ചെയ്യുന്നത്. പാട്ട് ക്ലാസ്സിലെ കുട്ടികൾ ഒറ്റ ശ്വാസത്തിൽ ആ സാഹിത്യം പാടുന്നതായിരിക്കും. അത് ട്യൂണാണ്. ആ ട്യൂണിൽ എങ്ങനെ ലിറിക്സ് വരുന്നു? ശ്രീഗണനാഥ. ഇപ്പോൾ ശ്രീ എന്നത് മായുടെ താഴെയും പായ്ക്ക് താഴെ സാഹിത്യമില്ല. അതുകൊണ്ട് ആ മായും പായും ഒറ്റ ശ്വാസത്തിൽ ഞാൻ പാടി. അപ്പം അത് വയലിനിൽ ഒറ്റ ബോയിൽ ചെയ്യണം. ശ്രീ രണ്ടാമത്തെ സ്റ്റാൻസ് ആയപ്പോഴത്തേക്ക് സാഹിത്യം ബോ ഡിവിഷൻ മാറി. അവിടെ അവിടെയാണ് ഗ്യാപ്പ് കിടക്കുന്നത്. അത് ഒറ്റ ശ്വാസത്തിൽ പാടുന്നത് പോലെ ഒറ്റ ബോയിൽ വായിക്കണം. ഈ ഗീതത്തിൻ്റെ പല്ലവി ലംബോദര ലഘുമികര അംബാസുര അമരവിരുദ്ധ ലംബോദര ലഘുമികര ആണ്. നമ്മൾ തുടങ്ങുന്നത് ചരണത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ശ്രീഗണനാഥ എന്ന ഒന്നാമത്തെ ചരണവും സിദ്ധചാരണ എന്ന രണ്ടാമത്തെ ചരണവും സകല വിദ്യാധി പൂജിത എന്ന മൂന്നാമത്തെ ചരണവും ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന് ഓരോന്നും കഴിഞ്ഞിട്ട് പല്ലവിയായിട്ട് പാടുന്നതാണ് ലംബോദര ലഘുമികര അംബാസുര അമരവിനുത ലംബോദര ലഘുമികര.